നമ്മളെ ലാലേട്ടനുള്ളോ പിന്നെ വേറെ ഏത് മുതലേ വേണം. ലാലേട്ടൻ വന്നാണ് തിയേറ്റർ കത്തിച്ചത്. കിനിക്കിനി വെൽമേഡ് നല്ലൊരു മൂവിയാണ്. 2020 പോലെ ഒരു മാസപടം പ്രതീക്ഷയായും വരരുത്. ഇതൊരു നല്ല കഥയിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. അല്ലാതെ ആർക്ക് ഇമ്പോർട്ടൻസ് അങ്ങനെ മാസ് എലിമെന്റ്സിനല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു മെസ്സേജ് ആണോ? മെസ്സേജ് ആയിട്ടല്ല, അവര് ടെക്നിക്കലി ഇപ്പൊ BGM ആയാലും എഡിറ്റിംഗ് ആയാലും ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ ഒരു മൂവി അവർ ചെയ്തിരിക്കുന്നു. ഒരു മമ്മൂക്ക സിനിമയിൽ ലാലേട്ടൻ ഒരു ഇമ്പോർട്ടന്റ് റോൾ ചെയ്തു എന്നുള്ളത് അതിന്റെ പ്രത്യേകത. ലാലേട്ടൻ പടം തൂക്കിയതാരാ? ലാലേട്ടൻ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴാണ് തിയേറ്റർ മൊത്തം ഒന്ന് ഉണർന്നത്. അങ്ങനത്തെ ഒരു ആക്ഷൻ ബ്ലോക്കും എല്ലാം ലാലേട്ടനാണ് കുറച്ചുകൂടെ തകർത്തായിട്ടുള്ളത്. പടം അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് ആദ്യമേ തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ലാലേട്ടനും കൂടെ വന്നപ്പോൾ പടം കുറച്ചുകൂടെ പൊളിയായി. പിന്നെ ലാസ്റ്റ് കുറച്ച് ഇമോഷണൽ ആക്കിയാണ് പടം നിർത്തിയത്. ലാലേട്ടനും മമ്മൂക്ക കോംബോ ഒക്കെ ഒരു രക്ഷയില്ല. പക്ക ഫെസ്റ്റിവൽ മോഡ് പടമാണോ അതോ ഒരു ഫെസ്റ്റിവൽ മോഡ് ക്ലാസ് മഹേഷ് നാരായണന്റെ സ്ഥിരം മേക്കിംഗ് പോലെ ക്ലാസ്സും ആണ്. എന്നാൽ ലാലേട്ടൻ മമ്മൂക്ക ഉള്ളൊരു മാസും ഉണ്ട്. സുഷിന്റെ ബീജവും പൊളിച്ചിട്ടുണ്ട്. നല്ല ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. മോഹൻലാലിന്റെ റോൾസ് എല്ലാം അടിപൊളിയാണെങ്കിലും ലാലേട്ടനേക്കാൾ മമ്മൂട്ടി ഒരു പടി ഇച്ചിരി മുകളിലാണ് നിൽക്കുന്നത് പടത്തില്. മമ്മൂക്കയാണ് പടം തൂക്കിയത്. മമ്മൂക്കയാണ് പടം തൂക്കിയത്. ഗൂസ് ബംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗൂസ് ബംസ് മൊമെന്റ്സ് അങ്ങനെ ഇല്ല. സുഷിന്റെ മ്യൂസിക് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിൽ സംഭവം വന്നില്ല. എക്സ്പെക്ട് ചെയ്ത ലെവലൊക്കെ തന്നെ നല്ല ആക്ഷൻ ത്രില്ലർ തന്നെയാണ്. സസ്പെൻസ് ഉണ്ട്. ലാലേട്ടാണ് മമ്മൂക്കയാണ് ആരെ തൂക്കിയത്. മമ്മൂക്കയ്ക്ക് സ്ക്രീൻ ടൈം കൂടുതലാണ്. പക്ഷെ ലാലേട്ടൻ അറിയാം സ്ക്രീൻ ടൈം എത്രയുണ്ടോ അതിൽ പുള്ളിക്കാരൻ വിളിച്ചടിക്ക് പുള്ളി സാറ്റിസ്ഫൈഡ്. പുള്ളിയുടെ സ്ക്രീൻ എല്ലാം പുള്ളി തൂക്കി തൂക്കി ഫ്രം ദ ഇൻട്രോ. അതുവരെ ഒരു ക്ലാസിക് ടച്ച് പോയ പടം തിയേറ്റർ ഒന്നും കുലിക്കാതെ പുള്ളിക്കാരൻ ഇൻട്രോ കേട്ടോ സെറ്റായിരുന്നു. നല്ല പടമാണ്. ഒരു സ്പൈ ആക്ഷൻ ത്രില്ലറാണ് പടം. ലാലേട്ടൻ വന്നതിന് ശേഷമാണ് പടം ഒന്ന് കൊളുത്തി തുടങ്ങിയത്. ലാലേട്ടൻ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി നല്ല പടം. ബ്രോ ലാലേട്ടാണ് മമ്മൂക്കയാണ് പടം തൂക്കിയത്. മമ്മൂട്ടിയും ലാലേട്ടൻ തന്നെ തൂക്കിയ. ആരുടെ ഫാൻസിന് ഒരു ട്രീറ്റ്? ലാലേട്ടൻ ഫാൻസിനാണ് മമ്മൂക്ക ഫാൻസിനാണ് ഒരു ട്രീറ്റ്. സിനിമ കാണുന്ന എല്ലാവർക്കും ട്രീറ്റ് തന്നെ. നമ്മളെ മലയാളം പടം മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മലയാള സിനിമ ഇപ്പൊ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹോളിവുഡും തമിഴ് മോഡൽ ഇപ്പം മലയാള സിനിമ ഏറെ കൂടെ വളർന്നു. അതായത് മമ്മൂക്ക പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇവിടെ ഹിന്ദിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരു ഗുണ്ടകളെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മളെ മലയാളത്തിൽ വലിയ ഗംഭീരമായിട്ടുള്ള സാധനങ്ങളുള്ളപ്പം നമ്മളെ ലാലേട്ടനുള്ളോ പിന്നെ വേറെ ഏത് മുതലേ വേണം. ലാലേട്ടൻ വന്നാണ് തിയേറ്റർ കത്തിച്ചത്. പിന്നെ മമ്മൂക്ക വന്ന് കത്തിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. ലാലേട്ടൻ വന്നപ്പോഴേ തിയേറ്റർ അനങ്ങിയത്. പിന്നെ ഇവരുടെ മുന്നിലെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഫഹദ് ഫാസിൽ എന്ന നടൻ നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം. അതൊരു ഒന്നൊന്നര മുതലേ തന്നെ ലാലേട്ടൻ കഴിഞ്ഞ അതേ ഉള്ളു. ലാലേട്ടന്റെ ഫൈറ്റ് ഒന്നും പറയല്ല കേട്ടാ ബ്രോ, വേറെ ലെവലായി. ആരെ തൂക്കിയ? ലാലേട്ടൻ മമ്മൂക്കയാണ് പടം തൂക്കിയത്. മമ്മൂട്ടിയുടെ സിനിമയാണ്. അയാളുടെ ജസ്റ്റ് ക്യാമിയോ റോള് മാത്രമേ ഉള്ളൂ. മമ്മൂട്ടിയുടെ പടം തന്നെ. മമ്മൂട്ടി തൂക്കി പടം തൂക്കി. ബാക്കി ഫാദൊക്കെ ഫഹദ് ചാക്കോച്ചനൊക്കെ എല്ലാരും കൊള്ളാം. കണ്ടിരിക്കാറുണ്ട്. വൺ ടൈം വാച്ച് ആണ്. കൊള്ളാം. പക്ക മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് സാധാ മഹേഷ് നാരായണ മേക്കിംഗ് തന്നെ. ടേക്ക് ഓഫ് ഒക്കെ അടുത്തോടെ തന്നെ ആ മേക്കിംഗ് പടം കൊള്ളാം. ഒരു ക്യാഷ്വൽ രീതിയിൽ നമ്മൾ കാണുന്ന സിനിമയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ക്യാഷ്വൽ രീതിയിലാണ് ടൈറ്റിലൊക്കെ എഴുതി കാണിച്ചത്. അത് വ്യത്യസ്തമായി തോന്നി. ഗൂസ് ബംസ് ഒക്കെ അടിച്ചോ? മോഹൻലാല് അപ്പൊ ലാലേട്ടനോ അല്ല മമ്മൂക്കയൊക്കെ ക്യാഷ്വൽ രീതിയിലാണ് കാണിച്ചത്. അതിന്റെ ഒരു ഇതുണ്ട്. 2020 ലെവലൊക്കെ ഉണ്ടോ സിനിമ? അത്രയും ഹൈപ്പില്ല. ഇത് ക്യാഷ്വൽ രീതിയിലാണ് ഇൻട്രോ സീൻസ് ഒക്കെ കാണിച്ചത്. മോഹൻലാൽ മാത്രമാണ് ഇതൊരു ഇൻട്രോ സീൻ അടിപൊളിയായിട്ട്. പടം തൂക്കിയ ലാലേട്ടനാണോ മമ്മൂക്കയാണോ? അങ്ങനെ ചോദിക്കാൻ പറ്റൂല. രണ്ടുപേരും ഒരേപോലെ. എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടനാണോ മമ്മൂക്കയാണോ സിനിമ തൂക്കിയത്? ടെക്നിക്കൽ വൈസ് എങ്ങനെയുണ്ട് സിനിമ? ഈ ഒരു ജനറേഷനുള്ള ഒരു മെസ്സേജ് ആണോ ഫിലിം? ലാലേട്ടനാണോ മമ്മൂക്കയാണോ തൂക്കിയത്? രണ്ടുപേരും അടിപൊളിയായിട്ട്. ലാലേട്ടൻ കുറച്ച് റോളാണോ? ചെറിയ റോളാണോ? ഇല്ല ഫുള്ളില്ല. എന്നാലും സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് ഡബിൾ കിട്ടിയോ? ഉണ്ട്. അടിപൊളി പടം. എല്ലാരും പോയി കാണണം.